ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വിവാഹം വൈകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം വിവാഹം കഴിക്കാത്ത ആൾക്കാർ അത്ര റീഡിങ് കാണുക. ഓക്കെ, അത്തരത്തിലുള്ളവർ മാത്രം കാണുക. വിവാഹം ചില കാര്യങ്ങൾ കൊണ്ട് വൈകുന്നുണ്ടാവാം. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന, മാരേജിന് ഡിലേ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ 2 പയൽസ് വെച്ചിട്ടുണ്ട്. പയൽ നമ്പർ 1, പയൽ നമ്പർ 2. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പേഴ്സണൽ റീഡിംഗ് എടുത്താലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി ഒരു റീഡ് ചെയ്ത് നോക്കാം. 2 പയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ മാരേജ് ഡിലേ ആവുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനത്തെ ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പയൽ നമ്പർ 1. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം. അപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ആദ്യം നോക്കാം. ഒരു കാർഡ് കൂടെ എടുക്കാമല്ലേ? 4 കാർഡ്സ് വെച്ചിട്ടുണ്ടേ. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഭയങ്കര ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരാണ്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ചിലർക്ക് ഇതിനകത്ത് തോന്നുന്നുണ്ടാവും ഞാൻ എന്നും ഒറ്റയ്ക്കാണ്, ഒരു ലോൺലിനെസ് വല്ലാണ്ട് അനുഭവിക്കുന്ന, ഏകാന്തത ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവാം. ഓക്കെ, പക്ഷേ ഈ ഒരു ഹെർമിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഏകാന്തത എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഓക്കെ, കാരണം അതിന് മുൻപ് നമുക്ക് ഈ 7 ഓഫ് പെനക്കിൾസിൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ, നൈറ്റ് ഓഫ് വോൺസും വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് അതിനകത്ത് കുറേ നാൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അതായത് നിങ്ങളുടെ ഇമോഷൻസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾ ഇമോഷണലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി, മെൻ്റലി ഒക്കെ അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അതിൽ നിന്ന് റിസൾട്ട് കാത്തിരുന്ന അവസാനം വീണ്ടും ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന ഒരവസ്ഥയാവാം. അതുമല്ലെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞിട്ടൊരു കാര്യത്തിന് വേണ്ടി ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് വിവാഹം നടക്കുമായിരിക്കും. ചിലപ്പം വീട്ടുകാർ നോക്കുന്നുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരുപാട് ട്രൈ ചെയ്തു പല രീതിയിൽ, മാട്രിമോണിയൽ സൈറ്റ് വഴിയോ അല്ലെങ്കിൽ പാരൻസ് വഴിയോ, നിങ്ങളായിട്ട് തന്നെ ഒരു ശ്രമം നടത്തിയോ, ഒരു റിലേഷൻഷിപ്പിൽ വഴി നോക്കി, അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടും അവസാനം ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. അതായത് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നമ്മൾ പറയില്ല, അതായത് ഒരു സെൽഫ് ഒരു അവെയർനെസ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, ഓക്കെ, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോകാനായിരിക്കും വിധി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെസ്റ്റിനി ഇതായിരിക്കാം, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കാം. ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഇത്. അതിൽ സന്തോഷമാണെന്ന് പറയുന്നില്ല, പക്ഷേ അതിൽ സമാധാനമുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ പ്രോസും കോൺസും അറിയാവുന്ന ഒരു ഹെർമിറ്റ് കാർഡെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, എന്നാൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വിരഹം അതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് വലിഞ്ഞ് നോക്കുകയാണ്, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും, എൻ്റെ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുകൊണ്ടാണോ എനിക്ക് വിവാഹം നടക്കാത്തത്. ഓക്കെ,
അതിലിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു, മെൻ്റലി ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതാവാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് നാളായിട്ടൊരു കാര്യത്തിന് പിറകെ നടന്നിട്ട് അത് കിട്ടാണ്ട് വരുമ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ ഉണ്ടാവും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഈ ഒരു ഡിലേയ്ക്ക് കാരണം, എന്താ മാരേജ് ഡിലേ ആവാനുള്ള കാരണം എന്താ? ഫയൽ നമ്പർ 1. ഫയൽ നമ്പർ 1 മാരേജ് ഡിലേ. ഓക്കെ, ഇവിടെ മാരേജ്, ഇവിടെ എല്ലാം ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് എല്ലാം വോൺസിൻ്റെ കാർഡ്സാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ്, 2 ഓഫ് വോൺസ്, ദെൻ ഒരു സെലിബ്രേഷൻ കാർഡും 3 ഓഫ് കപ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, ഒന്നുകിൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പരിണത ഫലമാവാം ഇത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സമയം കിട്ടാതെ നിങ്ങളുടെ ജോലി, ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ, ഓക്കെ, അത് ഫാമിലി പരമായിട്ടുള്ളതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, കുറച്ചൊരു എന്താ പറയുക, ഒരു കിങ്ലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഒരാൾ വന്നാൽ ആ ഒരു എൻ്റെ ഒരു സേഫ് സോണിൽ നിന്ന് ഞാനൊന്ന് മാറി ചിന്തിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്തയുള്ള കുറച്ച് പേര് ഇതിനകത്തുണ്ട്. ചിലപ്പോൾ അതൊരു ബേർഡൻ ആയേക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായേക്കാം. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നവരായിരിക്കാം. അപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയോ, അല്ലെങ്കിൽ നാട്ടിൽ വന്നാലല്ലേ നമുക്ക്, നാട്ടിൽ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് വിവാഹവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സത്യത്തിൽ ഇപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ അതായത് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ഈ പറഞ്ഞ കണക്ക് സ്വയം എന്താണെന്ന് ചിന്തിക്കുകയും ഒറ്റപ്പെടൽ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അടിച്ചു പൊളിക്കും. ഓക്കെ, അങ്ങനെ അടിപൊളിയായിട്ട് നടക്കുകയാണ്. ഓക്കെ, കരിയറുണ്ട്, അതിൽ ഫോക്കസ്ഡാണ്. കുഴപ്പമില്ലാത്തൊരവസ്ഥയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആരാണ്? അയ്യോ, ഓക്കെ, 3 കാർഡ്സാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ആ 3 കാർഡ്സ് ആദ്യമേ വീണു. അപ്പോൾ ഇതിന് വലിയ ഡിലേ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഈ ഡിലേ ഒക്കെ മാറാൻ പോവുകയാണ്. ഫയൽ നമ്പർ 1, കാരണം 8 ഓഫ് വോൺസാണ് വന്നിരിക്കുന്നത്. ക്വിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. ഇപ്പം പിന്നെ നമുക്ക് എല്ലാം എളുപ്പമായിട്ടുണ്ടല്ലോ, ഒരു സെക്കൻഡ്സിൽ എല്ലാം നടക്കും. അപ്പോൾ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അത് മാത്രമല്ല ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ വരുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഈ വരാൻ പോകുന്നത്. എന്തെങ്കിലും റിലീജിയസ് ഡിഫറൻസോ
അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന ഒരാളോ, അങ്ങനത്തെ എന്തോ ഒരു സംഭവം. കാരണം വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, ദെൻ പേജ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അയാൾ, ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മിടുക്കനാണ്, അല്ലെങ്കിൽ മിടുക്കിയാണ്. ഓക്കെ, പുറത്ത് താമസിക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരോ ആവാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു നല്ല ഡിസ്റ്റൻസും ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ഏജ് ഗ്യാപ്പ് ആയിരിക്കാം. ഓക്കെ, പക്ഷേ ക്വിക്കായിട്ട് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത്. നമുക്ക് കൂടുതൽ കാർഡ്സ് വെച്ച് റീഡ് ചെയ്യാം. ഫയൽ നമ്പർ 1, ലൈഫിലേക്ക് ആരാണ് വരുന്നത്? The Tower card. Okay. Page of Cups വന്നിട്ടുണ്ട്, 7 of Cups വന്നിട്ടുണ്ട്. ഓക്കെ, ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, അത് ചിലപ്പോൾ അയാളുടെ കരിയർ ആവാം, പല കാര്യങ്ങളിൽ, അതായത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ചെയ്യാൻ. ഒറ്റയ്ക്ക് ഒരിടത്ത് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് അതിനകത്ത് മാത്രം മുഴുകി അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല ഇത്. കുറച്ച് ഇമ്മച്ചുറാണ് കേട്ടോ. അത്ര പക്വതയുള്ള ഒരാളായിട്ടല്ല കാണുന്നത്. പ്രായത്തിന് കുറച്ച് ഇളപ്പം കൊണ്ടാവാം. ഓക്കെ, അതായത് നിങ്ങളെക്കാളും കുറച്ച് പ്രായത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു 1-2 വയസ്സിനൊക്കെ നിങ്ങളെക്കാളും ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും. കുറച്ചൊരു പക്ഷെ എന്താ പറയുക, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലവാണ്, അതായത് നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ്. ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അതിൽ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻസ് ഉണ്ട്, ഓക്കെ, അത് ജോലിയിലാണോ, ജോലിപരമായ കാര്യത്തിനാണ്. ഇവിടെ ടവർ കാർഡ് വന്നിരിക്കുന്നത് എന്തിനാണ്? ടവർ കാർഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ഇതിനകത്ത് ഇയാൾ ഭയങ്കര, ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് കണ്ടോ, ഈ 3 പേരും ഈ ഒരു കോയിനെ തന്നെ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇത് പൈസയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വരാൻ പോകുന്നത്. ഓക്കെ, പൈസയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഒരു ടവർ മൊമെൻറ്റിലൂടെ പോകുന്നുണ്ടാവാം. എന്തെങ്കിലും ഒരു വലിയ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഇപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. റീസെൻറ്റ് പാസ്റ്റ് ആവാം ഇത്. ഓക്കെ, അധികം നാളായിട്ടില്ല ഇത് നടന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ സെക്കൻഡ് മാരേജിനൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് അവരൊരു സ്ത്രീയാണെങ്കിൽ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവരവരുടെ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ഉള്ള ഒരു കാര്യത്തിനൊക്കെയാണ് ശ്രദ്ധ. അപ്പം അത് മാത്രമല്ല, അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷെ കുറച്ച് ഇമ്മച്ചുറാണ്, അധികം പക്വതയുള്ള രീതിയിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പയൽ നമ്പർ 1ൻ്റെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചോയ്സ് ഉള്ളൊരു രീതി കാണുന്നില്ല. ഇവർ നിങ്ങളെ ഇതിനകത്ത് നിന്ന് ഒരുപാട് പേരിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്.
അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നേ. ഓക്കെ, അതിനിടയ്ക്ക് വിവാഹം എന്ന് പറയുന്നൊരു സംഭവം വരുന്നതായിരിക്കാം. പല സിറ്റുവേഷൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? ഏത് സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് എൻഡിൽ വന്നിട്ടുണ്ടായതുകൊണ്ട്, അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് റീവേഴ്സ്. എനിക്കിവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് അതൊന്ന് വർക്കൗട്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അതിനെ കാണുന്നു. വളരെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ്. ഓക്കെ, അതായത് മറ്റ് എനർജീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവാഹാലോചനയൊക്കെ വരുവാണെങ്കിൽ അതിനോടൊക്കെ മുഖം തിരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം, എന്താണ് മാരേജ് ഡിലേ ആവാനുള്ള കാര്യം? ഇതാണോ? ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം നിങ്ങൾ ഇരിക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതും ഈ മാരേജിനൊരു ഡിലേ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്. അതിലുണ്ടായ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുമ്പോഴും ഈ വ്യക്തിയുടെ ഒരു ആരഗൻസ് കാരണം ആ റിലേഷൻഷിപ്പ് പക്ഷേ ഒരുമാതിരി എന്താ പറയുക, എപ്പോഴും ഒരു ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ. ഒരു സമാധാനവും സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മാരേജ് ഡിലേ ആയി പോവുകയാണ്. കഷ്ടമാണല്ലോ. അപ്പോൾ എങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ഈ വ്യക്തി തന്നെയാണോ? നിങ്ങളിപ്പോൾ മനസ്സിൽ ദ ഹയറഫന്റ്. ഓക്കെ, ഹയറഫന്റ് കാർഡുണ്ട്.
എങ്ങനത്തെ ഒരു വ്യക്തിയാണ് വരുന്നത്? നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഹയർഫൻ കാർഡ് എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാർഡാണ്. വളരെ റിലീജിയസ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, മതപരമായ വിശ്വാസങ്ങളിലൊക്കെ ഭയങ്കര ആചാരങ്ങളൊക്കെ അതുപോലെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു വ്യക്തി. ഒന്നുകിൽ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലീജിയസ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. കാർഡ് ഇവിടെ വന്നിട്ടുണ്ടായതുകൊണ്ട്. ഓക്കെ, പക്ഷേ 7 ഓഫ് സോർഡ്സിൻ്റെ കൂടെ അത് റീഡ് ചെയ്യുമ്പോൾ ഇതൊരു സ്നീക്കി പ്ലേ പോലത്തെ ഒരു സ്നീക്കി പ്ലേ കളിക്കുന്ന ഒരു വ്യക്തിയാണത്. ഓക്കെ, ചീറ്റിംഗ് എനർജി പോലെയാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ റീഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ആവണമെന്നില്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കറൻ്റ്ലി ഒരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങളിപ്പം മാരേജ് ഡിലേ ആയിട്ടുള്ളവരാണ് എങ്കിലും ഈ വ്യക്തിയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ അത്ര ശരിയല്ല. ഓക്കെ, എനിക്കറിയാം ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കും, പക്ഷേ അതിന് കിട്ടുന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ് ഇവിടെ വന്നത്. 5 ഓഫ് കപ്സ് വന്നത് പോലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് സമാധാനം സന്തോഷം കിട്ടാത്തത് കൊണ്ടല്ലേ അല്ലേ? അപ്പോൾ ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള ഒരാളായിരിക്കാം. നിങ്ങൾക്ക് വ്യക്തിയെ പരിചയപ്പെടും നിങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ അതൊരു നല്ല റിലേഷൻഷിപ്പിലേക്ക് അത് പോവും. ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. കുറേ കൂടെ കാർഡ്സ് എടുക്കാം. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ മനസ്സിലുള്ള ആളല്ല കേട്ടോ. ഓക്കെ, ഇത് പുതിയൊരാളാണ്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നല്ലൊരു എനർജിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ളതല്ല, ഇനി വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആവാൻ പോകുന്ന വ്യക്തി. ഒരു ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരാളായിരിക്കും. നിങ്ങളെ കിട്ടുന്നത് എൻ്റെ ഭാഗ്യമാണ്. കണ്ടോ, 10 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 9 ഓഫ് കപ്സും വന്നു, 10 ഓഫ് കപ്സും വന്നു. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടേ? അപ്പോൾ ഇത്രയും കാർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഇപ്പോൾ ഉള്ള എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ആസ് ഓഫ് നൗ നിങ്ങൾ കറൻ്റ്ലി ഏത് സിറ്റുവേഷനിലാണ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലത്തെ സിറ്റുവേഷനിലാണെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറന്നു കളയുക. ഓക്കെ, അതായിരിക്കും നല്ലത്. നിങ്ങളുടെ സന്തോഷത്തിന് അതാണ് നല്ലത്. കാരണം വേറൊരു എനർജി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും ഈ വർഷം ഒരു ഒക്ടോബർ മാസത്തിനകം ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഈ രണ്ടാമത്തെ എനർജിയുടെ കാര്യത്തിൽ. ഓക്കെ, രണ്ടാമത്തെ എനർജിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് വന്ന് പരിചയപ്പെടുകയോ ഫ്രണ്ട്ഷിപ്പിലാവുകയോ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ മാരേജ് നടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.